ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രസന്ന കേരളത്തിൽ നിന്നുമാണ്. ഞങ്ങൾ ഖത്തറിൽ നിന്ന് കേരളത്തിലെത്തി, വെക്കേഷനാണ്. ഇന്ന് ഇത് കണ്ടോ, ചീമച്ചേമ്പ് പറിക്കാമെന്ന് വിചാരിക്കുക. ചീനച്ചേമ്പ്, ഇതിൻ്റെ ഇല ഉണ്ടോ? I don't know how to do it, so I will ask someone's help. Otherwise, this is like a root, so we need to pull it really good, otherwise it can be break. So let's do. ഉണ്ടോ ഒരു വർഷത്തോളം വാങ്ങി തോന്നില്ലയോ? കറക്റ്റ് ഒരു വർഷം. ചേമ്പുണ്ട് സുഹൃത്തുക്കളെ, ചേമ്പുണ്ട്. നമ്മുടെ പരിശ്രമങ്ങളൊന്നും പാഴാകാറില്ല അല്ലേ? ഇതിന് വലുതാവും അല്ലേ? പിന്നെ വലുതാവും. മണ്ണെടുപ്പിച്ചെങ്കിൽ പക്ഷെ അവസരം കൊടുത്താൽ ഇവര് വളരും. ചേമ്പാണല്ലോ, അതിന് കുറച്ചുകൂടെ നീളം വേണമല്ലോ. ഇതിന് അത്രയും നോ നീഡ് ആക്ച്വലി. ഇതിപ്പോ 2-3 പേര് വേണമെന്ന് തോന്നുന്നു പിടിച്ച് പൊക്കാൻ. ഇച്ചിരി പരിചയക്കുറവുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരു സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു എക്സ്പേർട്ട് ആളിനെ വിളിച്ചിരിക്കുകയാണ്. അല്ല, നമ്മളിവിടെ വേറെ ഏതെങ്കിലും ഇതേ നമ്മളിങ്ങനെ ഒരു പർപ്പസ് ആണോ നമുക്ക് അറിയത്തില്ലല്ലോ. ചെടി വെക്കുക എന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ആദ്യത്തെ നിഗമനം. ചെടി തലേ കയറിയ സമയം ഇപ്പൊ അതെല്ലാം പോയി. ഇപ്പൊ എന്തെങ്കിലും ഞം വെക്കണമെങ്കിൽ ഇങ്ങനെ എല്ലാം വെക്കണം. അതല്ലേ, ഇതിന്റെ വെള്ളമൊക്കെ ഓക്കെയാന്ന് തോന്നുന്നല്ലേ? പിന്നെ ഇതിനൊരു 9 മാസം മുതലൊക്കെ നമ്മള് ഇത് തണ്ട് പഴുക്കുന്നതാണ് ഇതിന്റെ വിളവ്. ഏത് തണ്ട്? ആ താഴത്തെ തണ്ട്. നമുക്ക് വേറെ ഇങ്ങനെ കുത്തുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കുത്തി വേണം മണ്ണിളക്കുന്നേ. അതായിരിക്കും നല്ലത് കുറച്ചുകൂടെ അല്ലേ? ഇത് ലോങ് പ്രോസസ് ആണ്. I hope it will not be disappointed. You can see that this one. ആണോ, വിത്തിന്റെ വേരുകളാ? വിത്തിന്റെ വേരാ, വിത്തുണ്ടാവില്ല നന്നായിട്ട്. നമ്മൾ ഇന്നാണ് വാങ്ങിച്ചത്, കുറച്ച് ഇരിപ്പുണ്ട്. പുഴുങ്ങി കഴിക്കാം അല്ലേ? പുഴുങ്ങും. ഇത് വറക്കാം കേട്ടോ. ഇത് ശരിക്കും എടുത്തില്ല, പൊട്ടു അല്ലേ? സജി ഇത്രയും വലുത് പറിച്ചിട്ടുണ്ടോ? ഇല്ല. ചോട് ഇത്രയും വലുത്, അകത്ത് എന്താണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അടിയിലോട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. സജി ഉണ്ടല്ലേ? ഈ ഒരു ഇലയിലോട്ട് വെച്ചാലോ? ഒരു വലിയ ഇലയിലോട്ട് വെച്ച് അതൊന്ന് മൂട കട്ട് ചെയ്തിട്ട്.
Guys, we will keep it on the table. This is the leaf. I don't know in English what is its name. Chimachip in our place. അതിൻ്റെ ഒരു കിട്ടില്ല. അടിപൊളി ഉണ്ടാകട്ടെ കേട്ടോ. അടിപൊളിയാണോ? പിന്നെ ഓക്കെ. സ്തോത്രം. വണ്ണിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഏ? വണ്ണിക്കാനുണ്ടെന്ന് തോന്നുന്നു. Not bad. അകത്തോട്ടുണ്ട് അല്ലേ? സൂപ്പർ പിക്ചർ. അടിയിലോട്ടുണ്ടല്ലേ? എത്ര അത് അതിൻ്റെ ആണോ? അല്ലല്ല, ഇതിൻ്റെ തന്നെയാ. ആണല്ലേ? ആണ് ഇങ്ങോട്ട് വന്നങ്ങ് സ്റ്റക്കായി. ഇച്ചിരി കുറച്ച് ഏറിയ അവിടെ കിട്ടിയിരുന്നു. എനിക്ക് തോന്നുന്നു ഇനിയില്ലാന്ന് തോന്നുന്നു അല്ലേ? ഈ അടുത്ത് നമ്മളിവിടെ ഇഞ്ചിയാണോ വേണ്ടത്? ഇഞ്ചി അല്ലേ? പക്ഷെ അവിടെ നമ്മൾ കുറച്ച് ഇഞ്ചി കൊണ്ടുവരേണ്ടതായിരുന്നു. അവിടുത്തെ ഇഞ്ചി അല്ല, അത് ഒത്തിരി ഉണ്ടാകുന്ന ഇഞ്ചി. അത് ഇവിടുത്തെ മറ്റേ ചൈനയിൽ നിന്ന് വരുന്ന ഇഞ്ചി ഉണ്ടോ ഇവിടെ? വലിയ ടൈപ്പിലോ? ഇല്ല. ആ, അതുണ്ട്. ഇതിന്റെ തട എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ആർക്കെങ്കിലും അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ. ഇതിൻ്റെ ഈ ഭാഗം ഇത് നമുക്കറിയാം കേട്ടോ. ഇറ്റ്സ് റിയലി എ ഗുഡ് ഹാർവസ്റ്റ്. വി ഡിഡ്ന്റ് എക്സ്പെക്ട് ആക്ച്വലി. ലുക്ക് അറ്റ് ദാറ്റ് ഗൈസ്. ദിസ് ഈസ് ലുക്ക് അറ്റ് ദിസ്. We have still here, you see, this all. Guys, look at this. Instead of umbrella, we can use this leaf. When the rain comes, look at this. Too big. So tasty also. So we can prepare curry or thogaran with this leaf. We are using for that. With coconut, fresh coconut. Cleaning process. അത് നമ്മുടെ അവിടെ ആ വെള്ളയ്ക്ക പോയതിൻ്റെ കട്ട് ചെയ്ത് കളയണം അല്ലേ? മേളത്തെ പാറ്റപുളിയോ നല്ലതാണോ? സൈഡിൽ നിന്ന് ഓടുന്ന പറിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൊക്കെ ആൾതാമസം ഉള്ളതായിരിക്കും അല്ലേ? ചെല്ലി. ആ, ചെല്ലിയാണ് ഇതിൻ്റെ ഒരു പ്രശ്നക്കാരൻ. അതുകൊണ്ട് പറിച്ചേക്കണേ. അതെ, മറ്റേതിൻ്റെ ചെയ്യും. റോഡ് സൈഡിൻ്റെ അവിടെ ഉണ്ടോ? എന്തോ? ആ, അത് മൊത്തം എടുത്തിട്ടുണ്ട്. ആ, അതെല്ലാം എടുത്തിട്ടുണ്ട്. ആ, അതാ അത് ഈ നേച്ചറിന്റെ ഒരു ഇത് നോക്കിയാൽ അത് ഓരോ വലിയ ഇലയുടെ മേളിൽ അത് ഒരു കൊല നിൽക്കുന്നത്. അതായത് ഹോൾഡിങ്. സി ദാറ്റ് ലീഫ് ഈസ് ഹോൾഡിങ് ദ ഹോൾ കോക്കനട്ട്. സി ലുക്ക് അറ്റ് ദിസ്. യാ,
കൊല വന്ന് മടലയിലേ നിൽക്കുള്ളൂ. കറക്റ്റ് This is a proper nature. അതുകൊണ്ടോ? Look at this, guys. This whole bunch can't stand without any support. Look at this. This is the support. This is the support. This is the big leaf, and this is support. This is all explanation. One who don't have any idea about the coconut tree and coconuts. Not Malayalis. Okay. ആ ഓല നിന്നില്ലേ നമ്മൾ ഇതുപോലെ സപ്പോർട്ട് കൊടുക്കണം. നോട്ട് ഫോർമൽ Yeah, not for Malayalis. ഇതുപോലെ കൊടുക്കണം. നമ്മള് പുലികളല്ലേ? ഷട്ട് ചെയ്തിട്ടില്ല. താങ്കൾ പിന്നെ കട്ട് ചെയ്യാൻ പോന്നു. ഇത് പക്ഷെ ആയിട്ടില്ല കേട്ടോ. അല്ലല്ലല്ല അത് വെള്ളം ആ മഞ്ഞിപ്പ് നിൽക്കുന്നു. താങ്കൾ ഇവിടെ നിന്ന് ഉറങ്ങും വെച്ചു. ഇവിടുന്ന് അല്ല ഇത് ഇവിടെ ഇത് കണ്ടില്ലേ? ശരി. അങ്ങനെ നമ്മൾ ഇന്ന് കോക്കനട്ട് ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. This is tender coconut. As most of the time we are drinking with this type of coconut. There is green and this is orange. This is so sweet. I will show you how we will cut and we will drink. Okay. എന്താ പറയാ എന്താ പറയാറ്? എന്താ പറയാ കണ്ട ഈ സൈഡിലോട്ട് ചെരിച്ചു നോക്കും അല്ലേ? സജാൻ അന്ന് കട്ട് ചെയ്തത് ഇളത്തയായിരുന്നു, അതുകൊണ്ടാണ്. അത് തീരെ ഇളത്തയായിരുന്നു. ഒരു കട്ടിന് അങ്ങ് വെട്ടി. മൂത്തില്ല. അതിന് മധുരമില്ല. ഇല്ല, അതുകൊണ്ട് അതങ്ങ് ഒരു വെട്ടിനെ. എഴുതിട്ട് നിന്ന് ഓക്കെ. ഈ സൈഡിലോട്ട് വെക്കപ്പം ഒന്നും പോലും എടുത്തില്ല. കുടിക്കും, നോക്കിയത് ടേസ്റ്റ് ഉണ്ടോ നോക്കും. ഗുഡ് ഗുഡ്. അതെന്തോ വണ്ടാണോ? ആ തടിയെന്ന് പോയതാ. Guys, this is the way we are cutting the coconut, tender coconut. ഉണ്ടോ? മധുരമുണ്ടോ? അജി ഒരെണ്ണം വെട്ടി കുടിച്ചോ. രാവിലെ ഇതൊരെണ്ണം കഴിച്ചാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയി. അതിൻ്റെ we need expert people for these things. നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ it will not be perfect. പിടിച്ചു. ശരിക്കും സജി ഇതാണ് കള്ളായിട്ട് മാറുന്നത്. ഇതിന്റെ എനിക്കത് ഫെർമെന്റ് ആകുമ്പോഴാണ് കല്ല് തോടി. ഇത്രയും മതി. സജിക്ക് ഒരെണ്ണം കറി കൊടുത്തു. അങ്ങനെ നമ്മുടെ സജിയും ട്രയൽ നടത്തുകയാണ്. നല്ലതാണോ സജി? കൊള്ളാവോ? അങ്ങനെ നമ്മുടെ coconut harvesting, tender coconut harvesting done. That easy. See here. നമുക്ക് ഇനി ഇതിൻ്റെ അകത്തെ കരിക്ക് കഴിക്കാം.
coconut meat. Yeah, tender coconut meat. അപ്പോൾ ഇത് ആരെങ്കിലും എടുക്കും. ഞാൻ അവിടെ വരട്ടെന്നോ? ഓക്കെ. This is a natural spoon. Look at this. Sharp here. Okay, like this. Oh. Sweet. മതിയോ? എന്നതുണ്ടോ? ഇതിന്റെ കുറച്ചുകൂടെ ലൈറ്റ് അല്ലേ? എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മധുരം കൂടുന്നത്. മൂക്കും തോറും മധുരം കുറയും. അല്ല ഇങ്ങനെയില്ല എങ്കിലും കപ്പയുടെ മാതിരിയൊക്കെ ചിലതിന് നല്ലത് ചിലത് അങ്ങനെയുണ്ട്. ഇത് മൂത്താന്ന് തോന്നുന്നല്ലേ? ടെക്സ്ചർ വന്നു. ഇത് പഴുക്കുമ്പോൾ when it is ripe, somebody told me that it will be like a reddish color outside. So it means ripe one. But ഇത് നമ്മൾ കറി വെക്കാം, തോരൻ വെക്കാം. Look at this.